എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കും. ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. അപ്പൊ ഇന്ന് എന്താ സന്തോഷമുള്ള ദിവസം എന്ന് ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, എനിക്ക് ആഗ്രഹം തോന്നിയൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പോവാ. എന്നും എനിക്ക് സന്തോഷമുള്ള ദിവസം. ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും വരും, അങ്ങ് വിടും, അങ്ങനെയാ, അതങ്ങ് വിടും, പോട്ടെന്ന് വിചാരിക്കും. ദുഃഖമൊക്കെ അല്ലേ. അപ്പൊ സന്തോഷം ഞാൻ എപ്പോഴും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് പനിയായിരുന്നു. അപ്പൊ എനിക്ക് 2-3 ദിവസമായിട്ട് ഒരു കാര്യം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര തോന്നലുണ്ടാകും. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നലുണ്ടാകും, എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. അല്ലാതെ നമ്മൾ അമ്മയൊന്നും ഇല്ലല്ലോ അടുത്ത്, അമ്മ ഇത് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയും. അപ്പം എനിക്ക് ഒരു സാധനം ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. അപ്പം വെച്ച് ഇന്ന് വീഡിയോ എടുക്കാം ഞാൻ. കാരണം വീഡിയോയിൽ ഞാൻ ആ സാധനം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എനിക്ക് ഇത്ര കൊതി തോന്നിയെന്നും അതെനിക്ക് മിസ്സിങ് തോന്നുന്നുള്ളത് കൊണ്ടാട്ടോ അത് കൊതി എനിക്ക് ഇത്രയും തോന്നിയത്. വേറൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എൻ്റെ നാട് ചെട്ടുളങ്ങരയാട്ടോ, ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ചെട്ടുളങ്ങര എന്ന് പറയുന്നത്. അത് നല്ലൊരു ഗ്രാമമാണ് എൻ്റെത്. അപ്പം അവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണാട്ടുകാർക്കല്ലേ, ചുറ്റുളങ്ങനെ കുംഭഭരണിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. പ്രത്യേകിച്ച് പ്രവാസികളായിട്ട് അല്ലെങ്കിൽ ഇതിനൊന്നും വരാൻ പറ്റാതെ മാറി നിൽക്കുന്നവർക്ക് അതിൻ്റെ വിഷമോ സങ്കടമോ ഒക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പം എൻ്റെ നാട്ടിൽ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു മാർച്ച് വരെ ഒക്കെ ഉത്സവമാണ് ഞങ്ങൾക്ക്, കുംഭഭരണിയും മീനഭരണിയും ഒക്കെ ആയിട്ട്. അപ്പം എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടും എനിക്കിതൊക്കെ മിസ് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ സന്തോഷത്തിന് അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും ഞാനത് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ഞങ്ങളുടെ ചെട്ടുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഫുഡാണ് കഞ്ഞിയും അസ്ത്രവും മുതിരപ്പുഴുക്കും ഒക്കെ. അപ്പം അസ്ത്രം ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ട് കറക്റ്റ് ചെട്ടുളങ്ങര അമ്മയുടെ ആ ഒരു കഞ്ഞി വഴിപാടില്ല, അല്ലെങ്കിൽ കുതിരമുട്ടി കഞ്ഞി എന്ന് പറയും. അതിന് അസ്ത്രം ഉണ്ടാവും, കഞ്ഞി ഉണ്ടാവും, മുതിരപ്പുഴുക്ക് ഉണ്ടാവും, അവല് നനച്ചാൽ അവല് വിളയിച്ചത് ഉണ്ടാവും, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, അച്ചാറുണ്ടാവും. ഇത്രയൊക്കെ കൂടെ കൂട്ടിയിട്ട് നല്ല രസമാണ്. ഇലയൊക്കെ ഇട്ടിട്ട് തടയെന്ന് പറയും, നമ്മുടെ ഓല കാല് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് ഇല വെക്കും. ഇല വെച്ചിട്ട് ചൂട് കഞ്ഞി അതിനകത്തിലോട്ട് വയ്ക്കുമ്പോൾ ആ ഇല ഇങ്ങനെ താന്ന് കറക്റ്റ് ആ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പ്ലാവലയൊക്കെ കൂട്ടിയിട്ടാണ്, പ്ലാവിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് അസ്ത്രം ഉണ്ടാവും, മുതിരപ്പുഴുക്ക് ഉണ്ടാവും, അവല് നനച്ചത്, ഉണ്ണിയപ്പം, അച്ചാർ, പപ്പടം, പഴം, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ ഓരോ കഞ്ഞി വഴിപാടൊക്കെ ഉള്ള വീട്ടിലോ അല്ലെങ്കിൽ കുതിരമൂട്ടിലോ ഒക്കെ ആയിരിക്കും, കുതിര ഉണ്ടാക്കുന്നിടത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ വിളമ്പുന്നത്. അപ്പോൾ അവിടെ ആ വെയിലൊക്കെ കാണും. ആ വെയിലത്ത് നമ്മൾ ഈ ഓല വെച്ച് മെടഞ്ഞിട്ടുള്ള ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിലിരുന്ന് അവിടെ നിന്ന് കഴിക്കുന്ന രുചി എന്തായാലും വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. എന്നാൽ പോലും എനിക്കിതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇത് ഫുള്ള് എനിക്ക് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ട്. നമ്മളന്ന് അജ്മാനിൽ പോയപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. സെയിം നമ്മുടെ അവിടുത്തെ അതേ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ചെട്ടുളങ്ങരക്കാർ തന്നെ ഇത് ഉണ്ടാക്കി, അതുകൊണ്ട് ആ ടേസ്റ്റ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് പുഴുക്കും മുതിരപ്പുഴുക്കും അതുപോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്കോ. ജീവൻ അവിടെ ബാൽക്കണി ക്ലീനിങ് ഇന്ന് നാളെയൊക്കെ ഓഫ്. അപ്പോൾ ബാൽക്കണി ക്ലീനിങ് അവിടെ. അപ്പോൾ നമുക്ക് എന്താ എന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ പുഴുക്ക് ഉണ്ടാക്കാം. കഞ്ഞിക്ക് വെച്ചിട്ടുണ്ട് അടുപ്പൊന്ന് നമ്മുടെ പഴയ രീതി പറയാം, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പുഴുക്കും കൂടെ ഉണ്ടാക്കാം. കറക്റ്റ് ഇങ്ങനെ തന്നെ അവരുണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഒരിക്കലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതേ ടേസ്റ്റ് കിട്ടി. അപ്പം ഏകദേശം അതേ രീതിയിൽ തന്നെ ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ രുചി തന്നെ എനിക്ക് കിട്ടി. ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത് തന്നെ തിരിച്ചുണ്ടാക്കുക. അപ്പം ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചെട്ടുളങ്ങര അമ്പലത്തിൽ അല്ലെങ്കിൽ ഇത് ദേവിയുടെ ഇതിന് കൊടുക്കുന്ന ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയ. ഇനി ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടാവും. അപ്പം ഇതറിയാവുന്നവർ ആരെങ്കിലും ചെട്ടുളങ്ങരക്കാർ അല്ലെങ്കിൽ ഇത് അമ്പലത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ അറിയാവുന്നൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് എഴുതിയിടണം. കാരണം നമുക്കതൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ ജീവൻ എന്താ അവിടെ ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
വെള്ളം ക്ലീനിങ് ആണോ കൂട്ടോ? ബാൽക്കണി ക്ലീൻ ചെയ്യുക, നിറച്ച് പൊടി. അപ്പൊ ഇതേണ്ട ഇവിടെ ചോറിനുള്ള അരി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതേണ്ട ഇത് മുതിരയാട്ടോ. മുതിര നന്നായിട്ട് ഞാൻ കഴുകി വെള്ളം തോർത്ത് വെച്ചിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തില്ലെങ്കിലും കുറച്ചു നേരം ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വേവിച്ചെടുക്കാൻ പോവാട്ടോ. ഇപ്പൊ ആക്ച്വലി സമയം ഒത്തിരി വൈകി. നിങ്ങൾ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് രാവിലെ നമ്മള് മഷ്റൂം ഓംലെറ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കാൻ തന്നെ. വൈകിട്ട് നമുക്ക് ഒരിടം വരെ പോകണം കേട്ടോ. നമുക്കൊന്ന് ജബൽ ജെയ്സ് വരെ പോകണം. ഇപ്പൊ പറ്റുവാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അതൊരു വേറെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. ജബൽ ജെയ്സിൽ ഇപ്പൊ തണുപ്പൊക്കെ കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തെ തണുപ്പ് തീരും. ഫെബ്രുവരി ഇപ്പൊ അവസാനമായില്ലേ, മാർച്ച് തുടക്കമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് കുറയും. അതിന് മുമ്പ് നമുക്ക് ജബൽ ജെയ്സ്, നമ്മൾ തണുപ്പ് തുടങ്ങിയിട്ട് ജബൽ ജെയ്സിൽ പോയിട്ടില്ല. തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ജബൽ ജെയ്സിൽ പോയത്. ജസ്റ്റ് തണുപ്പ് സ്റ്റാർട്ട് പിച്ചൂടെ തണുപ്പ് ഇപ്പം തണുപ്പിച്ച് കുറഞ്ഞിട്ടുണ്ടാവും വിശ്വസിക്കുന്ന അറിയില്ല. എന്നാലും സ്റ്റേ ഒന്നുമില്ല, ജസ്റ്റ് പോയി ഫുഡൊക്കെ ഇതുപോലെ മാഗി തന്നെ ആയിരിക്കും, വേറെ ഒന്നും എടുക്കുന്നില്ല. അവിടെ അന്ന് മേടിച്ച നമ്മളെവിടെയായിരുന്നു, എവിടെ കണ്ട് പോയപ്പോ മാഗി ഉണ്ടാക്കിയില്ലേ ഒരു റിവറിന്, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. അപ്പം ആ മാഗിന്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. മേ ബി അതൊക്കെ തന്നെ ആയിരിക്കും, വേറെ കൂടുതലൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് നമ്മള് രാത്രിക്ക് പനിയുണ്ട്, നല്ല കഫക്കെട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തണുപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പോയിട്ട് ഇങ്ങ് വരാം. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചു. വറുത്ത് പറഞ്ഞാൽ ഇതൊന്ന് പൊട്ടി തുടങ്ങിയപ്പോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേ. എന്നിട്ട് നമുക്കിത് കുക്കറിനകത്തോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസില്. എന്നിട്ട് തുറന്നു നോക്കാം. എന്നിട്ട് വെന്തില്ലെങ്കിൽ ഒരു വിസിലും കൂടെ അടിക്കാം. ഓക്കെ. അമ്മയൊക്കെ പണ്ടേ മുതിര തോരൻ വെച്ചത്. അപ്പൊ തന്നെ ഈ മുതിര ചാറ് കറി അങ്ങനെ പറയുന്നത്, ഈ മുതിരേന്റെ വെള്ളം വെച്ചിട്ട് ഒരു കറി പോലെ ഉണ്ടാക്കി തരുമായിരുന്നേ അമ്മക്ക്. അപ്പൊ ഇത് അഥവാ വെള്ളം കൂടുതലുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ട് നാളെ അത് ചാറ് കറിയാക്കാം. അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. കൂടുതലുണ്ടെങ്കിൽ വെന്ത് വരുമ്പോ എനിക്ക് അറിയത്തില്ല, കൂടുതലുണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാറെടുത്ത് മാറ്റിയിട്ട് നാളെ മുതിരച്ചാറ് കറി വെക്കാം. ഓക്കെ. ഇനി ഒന്ന് ഉപ്പിടാം. ഈ മുതിരയില് കല്ലുണ്ടാവും ചിലപ്പോ കേട്ടോ. കഴിഞ്ഞ വട്ടം നോക്കിയപ്പം കല്ലുണ്ടായിരുന്നു. അപ്പൊ നോക്കിയിട്ടൊക്കെ പാകം ചെയ്യണം. അപ്പൊ വെള്ളം ചാടിയായി ടിഷ്യൂ പേപ്പറിലോട്ട് വീണോളൂ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഇനി നമുക്ക് തേങ്ങ വേണം, തേങ്ങ അരപ്പുണ്ടാക്കണം, തേങ്ങ അരപ്പ് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് തേങ്ങ തിരുമ്മി എടുക്കാവേ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്, അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവള് പേഴ്സണലി മെസ്സേജ് അയച്ചാ, പക്ഷെ അതെനിക്ക് ശരി അവള് പറഞ്ഞത് അത് പലർക്കും ഡൗട്ട് തോന്നും എന്നെനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടായിട്ട് ഞാൻ ഈ വീഡിയോയില് ഇക്കാര്യം പറയുന്നത്. ഈ വീഡിയോ, ആ ക്ലീനിങ് വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 മാസമായിട്ടുണ്ട്. നമ്മൾ അച്ഛന് പൊതിച്ചോറുമായിട്ട് പോകുന്നെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടില്ലേ, 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇടാനതാണ് ഒന്നാമത്തെ കാര്യം. ആ സമയത്ത് ഫസ്റ്റ് അവള് ചോദിച്ചത്, ഇവിടെ ഒരു ചൂല് എന്ന് പറഞ്ഞാൽ ഇവിടെ തറ അടിച്ച് വരുന്ന ഒരു സാധനം ഇവിടെ ഞാൻ തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ എന്താ പറയുന്നത് ഡോറിൽ തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ചോദിച്ചു അത് അവിടെ കിടക്കുമ്പോ
ഇതിലോട്ട് പൊടി വീഴത്തില്ലെന്ന് ചോദിച്ചു. അത് പുതിയതായിരുന്നു, നമ്മൾ മേടിച്ചതിന്റെ പിറ്റേ ദിവസം ആണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അത് ഉപയോഗിച്ചതല്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ വേറെ ഒരെണ്ണം വെച്ചിട്ട് തൂക്കുന്നതും അത് അവിടെ തന്നെ കിടക്കാം. അപ്പൊ ഞാന് യൂസ് ചെയ്യുന്നത് വെളിയിലാണ് വെക്കുന്നത്. അത് യൂസ് ചെയ്യാത്തോണ്ടാട്ടോ അന്ന് അവിടെ തൂക്കിയിട്ടിരുന്നത്. ഒന്ന്. രണ്ട്, അവള് ചോദിച്ചത് ഡോറ് തുറക്കാൻ പറ്റുമോന്ന്. ഡോർ ഇത്രയും തുറക്കാൻ പറ്റും, ഇവിടം വരെ തുറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ. മറ്റേത് അത് ഞാൻ ഈ സ്റ്റാൻഡ് ഇവിടെ വെക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് അപ്പോഴും ഇത്രേ തുറക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ചെറിയ കിച്ചൺ അല്ലേ, അപ്പം ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ പലർക്കും അവള് ചോദിച്ചപ്പോഴാ ശരി, അത് പലർക്കും സംശയമായിട്ട് തോന്നിയാലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് പറയുക കേട്ടോ. അപ്പൊ അത് ഇത്രയും നമുക്ക് ഡോർ നമുക്ക് നല്ല രീതിയിൽ ഡോർ തുറക്കാൻ പറ്റും. മൂന്നാമത് അവൾ ചോദിച്ചത് ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ തുറക്കാൻ പറ്റും. വാഷിംഗ് മെഷീൻ ഇത്രയും തുറക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് തുണി എടുക്കാനും ഇത് അഥവാ തുറക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങോട്ട് നീക്കിയാൽ മതി. അപ്പൊ ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ വരെ സുഖമായിട്ട് തുറക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ തുണി കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ തുണി എടുക്കാനും ഇടാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പൊ അവള് ചോദിച്ചപ്പോ എനിക്കിത് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. സൗണ്ട് ചോറ് വെന്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചെയ്യാൻ. ആക്ച്വലി ജീവൻ ഇതെവിടെ ഒന്നും ചെയ്യുന്നത് ജീവൻ അറിഞ്ഞ ഇപ്പൊ ഓടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കില്ല. എനിക്ക് ചിലവർക്ക് തോന്നും ഭയങ്കര എന്താ പറയുന്നത്, ഇത് കാണിക്കുമെന്ന് തോന്നുന്നത്. അതല്ല, ഞാൻ വീട്ടിലും തേങ്ങ പൊട്ടിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ആദ്യമൊക്കെ തൊട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ തിരുമ്മി മേടിക്കുക. ഇപ്പം നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നില്ലേ കസിൻ്റെ കല്യാണത്തിന്, അപ്പോഴാണ് നമ്മൾ ഈ വെട്ടോത്തി, നമ്മുടെ നാട്ടിൽ ഇത് വെട്ടോത്തി കേട്ടോ, വെട്ടോത്തി എന്ന് പറയും. വെട്ടുകത്തിയും തേങ്ങ തിരുമ്മ സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് തേങ്ങ പൊട്ടിക്കുന്നത്. അന്നല്ല, 2 ദിവസം മുന്നേ ഞാൻ ആദ്യമായിട്ട് തേങ്ങ, ജീവൻ ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് തേങ്ങ പൊട്ടി. പിന്നെ വെയിറ്റുള്ളൂ. ജീവൻ അപ്പുറത്തുണ്ട്, കേട്ടില്ല. കേട്ടാ ഇപ്പം വരും. എനിക്ക് ഒത്തിരി സമയം എടുക്കും. ഇങ്ങനെ ഞാൻ ഇവിടെ വെട്ടി പിന്നെ ഇവിടെ വെട്ടുന്നത്, ഒരേ സ്ഥലത്തല്ല വെട്ടുന്നത്. എനിക്ക് പേടിയോ. പൊട്ടി. വെള്ളമില്ല, കണ്ണി വീണു. കേട്ട് ആ വേണ്ട വേണ്ട കേട്ടു. ഇപ്പൊ വരും. ഇവർക്ക് തേങ്ങയുടെ വെള്ളം കൊള്ളൂല, രുചിയില്ലാത്ത. ഞാൻ പിന്നെ നോക്കിയതാ, ഒറ്റ വട്ടം നല്ല വെള്ളം കിട്ടി. പിന്നൊക്കെ ഒരുമാതിരി വെള്ളം. കുഴപ്പമില്ല കേട്ടോ. അന്നത്തെ ഇത്തിരി ഉണ്ട്, ജീവനോട് കൊടുക്കട്ടെ. അന്നേ വാ. ചിരിച്ചോണ്ടിരിക്കുന്നു. ഒന്നുമില്ല. ഗൈസ്, ഇവളാണ് ഞാൻ പറഞ്ഞ നടി. ഭയങ്കര അഭിനയമാണ് ഗൈസ്. അഭിനയിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ആഹാരം ഉണ്ടാക്കുന്നു, തിന്നുന്നു. എന്തുവാ തിരുമുന്ന സാധനം ഇവിടെ വെക്കുന്നത്? ഇവിടെ മോരിക്കുന്നില്ല. അവിടെ എവിടെ എനിക്കറിയത്തില്ല. നീ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ണ് തിരിച്ചു കൊണ്ട് കൊടുത്തേ. 360 ഡിഗ്രി കണ്ണ് ഓടിച്ചേ. നോക്കിട്ട് തിരിഞ്ഞ എന്തിനിപ്പ 360 ഡിഗ്രിയില് ഇവിടെ തിരുമ്പോ അല്ല, ഇവിടെ കൊണ്ട് അവിടെ വെച്ചു. കഴുകിട്ട് തിരുമണേ, കഴുകിട്ട് തിരുമണേ, കഴുകിയിട്ട് തിരുമാൻ പറഞ്ഞു. കൊണ്ടുപോവാ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല പാറ്റൊക്കെ ഇല്ല, എന്നാലും അങ്ങനെയുണ്ട്. നമ്മൾ എടുക്കുമ്പോ ഒന്ന് കഴുകണം, വെക്കുമ്പോ ഒന്ന് കഴുകണം.
വേർഡ് ഒന്ന് ഒരുമിക്കും. അവിടെ പോവാം. മുഴുവൻ തിരുമ്പി വെച്ചു. പാത്രം കഴിയണ്ട. പാത്രം കഴിയുക. ഇനി നമുക്ക് എന്താ വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഒന്നും ഇവിടുത്തെ കൊള്ളത്തില്ല ഇപ്പൊ. എന്നാ ഒരു തേങ്ങയും കൂടെ ഉണ്ട്. വൈകിട്ടത്തെ പ്ലാൻ പറ. എനിക്കറിയില്ല. വിശപ്പായിരുന്നു. ഈ 26-ാം തീയതി ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ടല്ലോ പറ. ഉണ്ട്. ശിവരാത്രി എന്ന് അറിയില്ലല്ലോ. 26-ാം തീയതി അല്ലേ? അറിയില്ലല്ലോ. അതെന്താ അറിയാത്തേ? അറിയാത്തോണ്ടാണല്ലോ. അയ്യോ പോവോ? ഞാൻ ഇതുവരെ ശിവരാത്രിയുടെ അന്ന് 26-ആണെന്ന് തോന്നുന്നു. ശിവരാത്രി അന്ന് നമുക്ക് എക്സാക്ട് ഞങ്ങളുടെ കുതിരക്കഞ്ഞി തുടങ്ങുന്ന അന്ന് എക്സാക്ട് നമുക്ക് അസ്ത്രം കുതിരക്കഞ്ഞി അസ്ത്രം കഞ്ഞി മുദ്രപ്പുഴിക്കൊക്കെ ഉണ്ടാക്കിയാലോ ഇലയില്. നീയും ഡ്യൂട്ടി ഇല്ലേ? ആണോ? 26-ആണോ എനിക്കറിയത്തില്ല. ശിവരാത്രി ഒരു വെളുത്തുള്ളിയും കൊള്ളത്തില്ല. നീ ചൈനീസ് പഠിക്കാം. മിക്കവാറും മേടിക്കേണ്ടി വരും. വെളുത്തുള്ളി ഒന്നും ഇല്ല. നാട്ടിലും ഭയങ്കര വിലയാണ്. കിട്ടുന്നത് കൊള്ളാത്ത നമ്മൾ പറയുന്നത്. ചൈനീസ് പഠിക്കും. പാകിസ്ഥാനിലൊന്നും വെളുത്തുള്ളിയില്ല. അവരും വെളിയിൽ മേടിച്ചു തരും. കേരളത്തിൽ നിന്നൊരു സാധനം വരുന്നില്ലയോ? വാഴക്ക വരും. പറ. വാഴക്ക ഉണ്ട്. ആണോ? ഇന്നുവരെ കേരള അങ്ങനെ കേട്ടിട്ടില്ല. കേരളത്തിലൂടെ സാധനം വരുന്നത് തമിഴ്നാട്ടിൽ. അപ്പൊ പിന്നെ നീ ആ ചോദ്യം ചോദിച്ചതല്ലേ? ഞാൻ ചോദിച്ചു എല്ലാം എക്സ്പോർട്ട് ചെയ്യുവാണോ? ഒരു പീസ് അവിടെ വെച്ചല്ലോ. പിന്നെ തീരുമാനം കൈ വരുന്നു. മതി. ഞാൻ തിരുവിക്കോളാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ വന്ന് ഞാൻ തിരുമാന്ന് പറഞ്ഞ് വന്നതല്ലേ. വെറുതെ കഴിക്കേ എടുപ്പെടുത്തോ? അറിയില്ല. ജിമ്മിന് പോത്തില്ലല്ലോ. ഇന്നും പോയില്ലല്ലോ. ഇന്നും പോത്തില്ല ജിമ്മിന്. വേണ്ടേ? ഞാൻ കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് 1 ടീസ്പൂൺ വേണം കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണേ. അപ്പം റെസിപ്പിയിൽ ഇതൊക്കെ ഇടുന്ന കേട്ടോ. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി, കുരുമുളകിൻ്റെ രുചി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. അതാ നമ്മുടെ മുതിരയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം.
ഇനി ഒന്നുമില്ല കേട്ടോ, ഇത് സിമ്പിളാ. ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളവും കുറച്ച് ബാക്കി മുതിരയും ഈ അരപ്പും കറിവേപ്പിലയും കൂടി ഇടുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇടുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പൊ ഉപ്പിട്ടാൽ മതി. ഇത് മുതിര വേവാന് ഉപ്പിട്ട് വേവിക്കുമ്പോ താമസം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെയോ. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഉപ്പ് ലാസ്റ്റില് ഇപ്പിട്ടാലും മതി. മുതിര, കുറച്ച് വെള്ളം. ഈ വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. പിന്നെ ഇത് അരപ്പ് ഇതേപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില. ഓക്കെ, ഉപ്പ് വേണം ചൂടെ, ഉപ്പ് കുറവാണ്. കറിവേപ്പിലയും കൂടി ഇടാം. ഇതില് കടുക് പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ അവസാനം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലാതെ കടുക് താളിക്കലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അമ്മ കന്നാസ് ചോദിച്ചു, ആ കന്നാസിന്റെ പരുവ് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഇരിക്കിട്ടിരുന്നു. കന്നാസിന്റെ പരുവ് ഇങ്ങനായി. ഇതിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കാൻ വെളിച്ചെണ്ണ വരാത്തത് കൊണ്ടിട്ട് ഞാൻ ഞെക്കിയാണ് വെളിച്ചെണ്ണ എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ മറ്റേ കുപ്പിയിൽ ഒഴിച്ചു വെക്കാറില്ല, കാരണം അത് ഭയങ്കരമായിട്ട് എന്താ തണുത്തുറച്ചിരിക്കും, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാ കന്യാസ് അമക്കി എടുക്കുന്നത്. കന്യാസിന്റെ പരുവ് അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ. ഈ വെള്ളം വറ്റി വരണം കേട്ടോ, അല്ലാതെ വെള്ളത്തോടല്ല ഇരിക്കുന്നത്. പുഴുക്ക് പോലെ കുഴഞ്ഞിരിക്കും. ചൂടെ വെള്ളം ഒന്ന് വറ്റി കിട്ടാണ്ട് ഞാൻ ആ വെള്ളം മുഴുവൻ ഒഴിച്ചങ്ങ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചങ്ങ് വറ്റിച്ചേ. പിന്നെ എന്തുവാ, എനിക്ക് കുരുമുളകിൻ്റെ ചൊടി ഇച്ചിരി വേണമെന്ന് തോന്നിയുണ്ട്. ഞാൻ കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട്, പൊടിച്ചത് ചേർക്കല്. എന്താ അപ്പം തന്നെ ഫ്രഷായിട്ട് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നമ്മൾ കുറച്ചുകൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ. അല്ലാതെ പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഫ്ലേവർ വരത്തില്ല. കുരുമുളകായിട്ട് എടുത്തിട്ട് മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർക്കുക. ഇങ്ങനെ വെള്ളം വറ്റി ഇതൊരു എന്താ പറയുന്നത് കുഴഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മളുടെ മുതിരപ്പുഴുക്കെന്ന് ആക്ച്വലി ഇത് പറയുന്നത്. മുതിരപ്പുഴുക്ക് റെഡി ആവത്തുള്ളേ. ഇങ്ങനെ നിന്ന് ഡ്രൈ അല്ല, നമ്മൾ തോരൻ പോലെ ഡ്രൈയും അല്ല, കറി പോലെ ലൂസും അല്ല, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരുവം. ഇനി ഓഫ് ചെയ്യുക. ഇനി ചട്ടി ഇരുന്ന് ഇതൊരു 5 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്നുകൂടെ വലിഞ്ഞോളും. വേണ്ടേ ഈ ഒരു ഇത് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് കഞ്ഞിയുടെ കൂടെ തന്നെ കേട്ടോ, അല്ലാതെ ചോറിൻ്റെ കൂടെയും കുഴപ്പമൊന്നുമില്ല. കഞ്ഞിയുടെ കൂടെ കുടിക്കുക പ്രത്യേക സുഖം ഇതിന് കേട്ടോ. ഇനി ഇത് ഓഫ് ചെയ്തേക്കാം. വെളിച്ചെണ്ണ ഞാൻ നേരത്തെ ഒഴിച്ചുകൊണ്ട് ഇനി ഒഴിക്കുന്നില്ല. വേണം നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഞാൻ ഇനി ഒഴിക്കുന്നില്ലേ. ഇനി അത് അവിടെ കിടന്ന് ഒന്നുകൂടെ വറ്റിക്കോട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനം പറയുന്നുണ്ട്, അമ്പലത്തിൽ നിന്ന് കിട്ടിയ അതേ ടേസ്റ്റ് കിട്ടുന്നില്ല. കുരുമുളക് ഒരു പൊടിക്ക് ഞാൻ ഇട്ടത് കൂടിപ്പോയെന്ന്. പക്ഷേ ഞങ്ങൾ കഴിച്ചു തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ആറിക്കഴിഞ്ഞപ്പം പക്ക അതേ ടേസ്റ്റിലേക്ക് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം എന്നെക്കൊണ്ട് ഏട്ടൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കഞ്ഞിയും ഇത് തന്നെയാട്ടോ കഴിച്ചത്. അപ്പം ആ ചൂടോട് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇച്ചൂടെ നാറി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ പാത്രം എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ചട്ടിയോട് കൂടി തന്നെ എന്തായാലും അമ്പലത്തിൽ വെക്കുന്ന ആ രുചിയൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു ഞാൻ വെച്ചേന്. പക്ഷെ ആ കറക്റ്റ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കുഴഞ്ഞിരിക്കും. മതിയോ? ഒന്നുമില്ല, മാങ്ങാച്ചാറും ഇത് മാത്രം മതി. എനിക്കിത് മാത്രം ഇഷ്ടം. എനിക്ക് ഇതിലും ഇഷ്ടം കഞ്ഞിയും പയറും. കഞ്ഞിയും പയറുമോ? കൊള്ളാം. അയ്യോ താഴെ
ലാസ്റ്റ് എടുക്കാം, അങ്ങനെ ഇരിക്കട്ടെ. ചൂടുണ്ടേ? രുചിയുണ്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. കൊള്ളാം. അമ്പലത്തിൽ നിന്ന് കഴിക്കാൻ രുചിയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല അമ്പലത്തിൽ നിന്ന് കഴിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ അജ്മാനിൽ പോയപ്പോ കഴിച്ചില്ലേ? അത് അമ്പലമൊന്നും അല്ലല്ലോ, അവരുണ്ടാക്കിയല്ലേ. അങ്ങനല്ല, അതിങ്ങനെ തന്നെയാ ഉണ്ടാക്കുന്നത്, അതേ ടേസ്റ്റ് ആയിരുന്നു. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. ഉപ്പ് ഇച്ചിരി കൂടിയില്ലേ? കഞ്ഞിയുടെ കൂടെ നമുക്ക് കുഴപ്പമില്ല. മുതിരയ്ക്കൊരു പൊടിക്ക് ഉപ്പ് കൂടിയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ കുഴപ്പമില്ല, അല്ലാതെ കഴിക്കുമ്പോൾ ഉണ്ട്. പക്ഷെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതിന്റെ രുചി വന്നിട്ടില്ല. ഉണ്ടാക്കിയെങ്കിൽ സത്യം പറയണല്ലോ, കുറച്ച് കുരുമുളക് കൂടിയിട്ടുണ്ട്. ഞാനും അല്ലേ, എനിക്ക് കുരുമുളകിന്റെ ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടണം. കുരുമുളകിന്റെ ചൊടി മുന്നിട്ട് ഇരിക്കണം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ ഒരു പൊടി കൂടിയിട്ടുണ്ട്. ഞാൻ രണ്ടാമത് കുറവാന്ന് തോന്നിയിട്ട് പൊടിച്ചിട്ടായിരുന്നു, അപ്പൊ ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ രുചിയുണ്ട്, അമ്പലത്തില് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അമ്പലത്തിൽ ഇങ്ങനത്തെ മുതിര തന്നെയാണോ ഈ നമ്മളിരിക്കുന്നത്? ചെറുതല്ലേ? ഞങ്ങൾ ഇത് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലേക്കാണ്, അതുവരേക്കും ബൈ.